ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പതിപോലെയുള്ള വീഡിയോ അല്ല. അപ്പോൾ ഈ മാസത്തോടു കൂടി നമ്മുടെ എക്സിക്യൂട്ടീവ് കാർ ക്ലിനിക്ക് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ പണി ഏകദേശം തീരും. മെക്കാനിക്കൽ പണി ഏകദേശം നിർത്താൻ പോവാണ്. പിന്നെ അങ്ങോട്ട് പെയിൻറ്റിങ്ങും ബോഡി പുറത്ത് മഴ പെയ്തിട്ടുണ്ട്, മഴയുടെ സൗണ്ട് ഡിസ്റ്റർബ് ഉണ്ടാവും. ബോഡി വർക്കും അതുപോലെ പെയിൻറ്റിങ് ആക്സിഡൻറ്റ് വർക്കൊക്കെ ആയിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വണ്ടി മാത്രമല്ല, നമ്മൾ എൻജിൻ പണിയുടെ വണ്ടി അതാ, എൻജിൻ വർക്ക് ചെയ്ത വണ്ടിയാണ്, ഇരട്ടിയാണ്. എൻജിൻ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ ആൾട്ടർനേറ്റർ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആൾട്ടർനേറ്റർ അയച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾട്ടർനേറ്റർ അയക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി പൊക്കി വെച്ചതാണ്. പിന്നെ ലിങ്ക് റോഡ് മാറ്റാണ്ട്, സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് മാറ്റാണ്ട്. പിന്നെന്താ, പിന്നെ ആക്സിഡൻറ്റ് വണ്ടി ഇതാ, ആക്സിഡൻറ്റ് വണ്ടി ഒരു ഉണ്ടായി സാൻഡറുണ്ട് പഴയത്, പിന്നെ ഹാരിയർ, ബാക്കിയൊക്കെ പെയിൻറ്റിങ്. ഇതൊരു പെയിൻറ്റിങ്. ഈ ഒരു പോളോ എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ വൈൻഡർ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റാനുള്ളത്. വേറെ ഇന്നോവ ഉണ്ട്, ടൈപ്പ് 4 ആക്കുന്നുണ്ട്, അതൊരു ബോഡി വർക്കാണ്. അപ്പോൾ നമ്മളെ ബോഡി ടെക്നീഷ്യൻ ഇതൊക്കെ അവിടെ ഉണ്ട്. ഇതാ നമ്മളെ മെയിൻ മെക്കാനിക്ക് ബോഡി ടെക്നീഷ്യൻ അവിടെ പണിൻ്റെ ഇതിൽ കറണ്ടൊക്കെ പോയതുകൊണ്ട് തൽക്കാലം അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വണ്ടി ഇതാ, വേറൊരു വണ്ടിയുണ്ട്. വേറെ വണ്ടി മോറിസ് ഗാരേജ് എം ജി ആസ്റ്റർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. എം ജിയുടെ ആസ്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടി കേട്ടോ. അതും പെയിൻറ്റിങ്ങാണ്. അതിൻ്റെ ബമ്പർ ഇതാ, ബമ്പറിൻ്റെ ഫ്രണ്ട് ഭാഗത്തുണ്ട്, അവിടെ പെയിൻറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ കറണ്ടില്ല. നമ്മളെ പെയിൻറ്റർ ജാവേദ് ഭായി ഇവിടെ കറണ്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് വണ്ടി, വേറൊരു വണ്ടിയുണ്ട്, കിയ സെൽറ്റോസ് ഉണ്ട് വണ്ടി അകത്ത്. പെയിൻറ്റ് പൂത്ത് കിയ സെൽറ്റോസ് അതുപോലെ പെയിൻറ്റ് അടിക്കാണ്ട്. അപ്പോൾ ആ സെൽറ്റോസ് അതിൻ്റെ അകത്ത് പെയിൻറ്റ് പൂത്തിലുണ്ട് കയറ്റി വെച്ചിട്ട്. അതും കറണ്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതേ വേറെ ഇതിപ്പുറം പെയിൻറ്റ് പൂത്തിൽ പുറത്ത് അടുത്തൊരു വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട് പെയിൻറ്റ് അടിക്കാനുള്ളത്. അല്ലാ ഫുള്ള് കിറ്റൊക്കെ കയറ്റിയ വണ്ടിയാണ്ടാ, അതിൻ്റെ പെയിൻറ്റ് അടിക്കാനുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ എവിടെ കണ്ട് പെയിൻറ്റ് അടിക്കാനുണ്ട്. ഇന്നോവ ഈ ടൈപ്പ് 4 ആക്കുന്നത്, ആക്സിഡൻറ്റ് വണ്ടിയാണിത്, നമുക്ക് അയച്ച് മാറ്റിയിട്ട്. അപ്പോൾ ഇത് ആക്സിഡൻറ്റ് വണ്ടിയാണ്. ഈ ഫ്രണ്ട് സൈഡൊക്കെ ഇടിച്ചിട്ട് ഈ ഫെൻഡറൊക്കെ മാറാണ്ട്. അതുപോലെ ഇവിടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ഇടിച്ചതാണ്. അതുപോലെ റേഡിയേറ്റർ ഫാനിൽ മറ്റേ ഈ റിസർവ് ടാങ്ക് തട്ടുന്നുണ്ട്. അപ്പോൾ അത് റേഡിയേറ്ററൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ടൈപ്പ് 4ൻ്റെ ഷേപ്പ് മാറ്റുന്നുണ്ട്. ഇൻഷുറൻസാണ്, ഇത് ഇൻഷുറൻസ് ക്ലെയിം. അപ്പോൾ ബോഡി വർക്കാണ് മെയിനായിട്ട്, ബോഡി വർക്കാണ് ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. അതുപോലെ ടാറ്റ ഹാരിയർ, ഞാൻ ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ടാറ്റ ഹാരിയറിൻ്റെ രണ്ട് സൈഡ് ഡോറ്, ലെഫ്റ്റ് സൈഡ് 2 ഡോറും പെയിൻ്റ് അടിക്കാണ്ട് കേട്ടോ ഹാരിയർ. ഇപ്പോൾ ബോഡി വർക്കാണ് ഇനി മെയിനായിട്ട് നടക്കാൻ പോകുന്നത്. അതുപോലെ മോറിസ് ഗാരേജ് എം ജി, ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഇതാ എം ജി വണ്ടിക്ക് ഇതിവിടെ പെയിൻ്റ് അടിക്കാനുണ്ട്. വേറൊരു സാൻഡറാണ് നമ്മളെ ആക്സിഡൻറ്റ്, ബാക്കും ഫ്രണ്ടും ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട, ഇത് ഇൻഷുറൻസിൽ ടോട്ടൽ ലോസ് ആകാനൊക്കെയാണ് സാധ്യത. ഇനി ഫ്രണ്ട് വശം കണ്ട, ഫ്രണ്ട് ഇടിച്ചതാ, 2 സൈഡും ഇടിച്ച്, ബാക്കിൽ പുറകിൽ വേറൊരു വണ്ടിയും, അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെ ഇടിച്ചതാണ്. അത് നമ്മൾ എൻജിൻ പണി ചെയ്ത വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി ഇപ്പോൾ അവസ്ഥ. ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. പല വർക്ക്ഷോപ്പിൽ ഇനി ഫുള്ള് ബോഡി വർക്കൊക്കെ ആയിരിക്കും മെയിനായിട്ട് നടക്കുക. നമ്മൾ മുമ്പ് ഇവിടെ വണ്ടിയൊക്കെ 1-2 വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, എൻജിൻ പണിയുള്ള വണ്ടിയൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ബൈക്കിൻ്റെ ഒരു സാധനമാണ് എന്തൊക്കെ ഫിക്സ് ആക്കുന്നത്. വിജനമായ ബോഡിപ്പണി മാത്രം. എന്താ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്ന തോമസ്, പെയിൻറ്റർ ജാവേദിൻ്റെ അങ്കണം. ഇത് പെയിൻറ്റ് അടിക്കണ സ്ഥലം. പണിയൊന്നുമില്ല വർക്ക്ഷോപ്പിൽ, എല്ലാം വണ്ടി ബോഡിപ്പണി, എൻജിൻ പണി. ആ ഇരട്ടിക്ക് മാത്രം എൻജിൻ പണി, ബാക്കി ഇത് ബോഡി, ഇത് ടൈപ്പ് 2 ടൈപ്പ് 4 ആക്കിയ വണ്ടി, ടൈപ്പ് മോഡൽ. ടൈപ്പ് 2 വണ്ടി ആക്സിഡൻറ്റ് വർക്കിന് ശേഷം ടൈപ്പ് 4 മോഡലാക്കിയ വണ്ടി. ഇതിൻ്റെ ബമ്പറൊക്കെ ഇതെവിടെ ഉണ്ട്, ബമ്പർ, സൈഡ്, ഫെൻഡർ 2 സൈഡുണ്ട്, ബമ്പറൊക്കെ അവിടെ ഉണ്ട്. ആ ബോഡി പണിക്കാൻ പോകാൻ പോകുന്നുണ്ട്. ലിസ്റ്റിലിപ്പോൾ കാര്യമായിട്ട് ഇനി സർവീസിൻ്റെ വണ്ടിയൊന്നുമില്ല, എല്ലാം വണ്ടികളൊക്കെ പോവാണ്. എന്താ വർക്ക്ഷോപ്പ് ഇപ്പോൾ ഏകദേശം ഫ്രീ ആയി. രാവിലെ മുതൽ ഏകദേശം ഈ ഒരു അവസ്ഥ തന്നെയാണ്. സർവീസിന് വണ്ടിയൊന്നും എടുക്കാത്ത കാരണം ഇങ്ങനെയൊക്കെയാണ്. പെയിൻറ്റ് ബൂത്തിൽ നിരന്ന് കിടക്കുന്നു 4 വീല്. പെയിൻറ്റ് കിട്ടാൻ വേണ്ടി നിരന്ന് നിൽക്കുന്ന 4 വീല്. പെയിൻറ്റ് തായോ അത് ഇന്നോവയുടെ, ഈ ഒരു ഇന്നോവയുടെ ഇവനിവിടെ വീലടിച്ച് പെയിൻ്റ് അടിച്ച് കാത്ത് നിൽക്കുന്ന, പെയിൻ്റ് അടിച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇട്ട് തരുന്നെന്ന് പറയുന്നു. ഈ ഒരു 4 വീല് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ
ഇതിന് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ വണ്ടിയും കൂടി കഴിഞ്ഞു ഫുൾ സെറ്റപ്പ്. ഇവിടെ ചെറിയ ബമ്പറിൽ ചെറിയൊരു എന്തോ ഒരു ഇതുണ്ട്. വർക്കൊക്കെ ഏകദേശം 6 മണി, ക്ലോക്കിൽ സമയം 6 മണി. ഇത് നമ്മൾ എഞ്ചിൻ പണി ചെയ്ത വണ്ടിയാണ് കേട്ടോ. എഞ്ചിൻ പണി എടുത്ത വണ്ടി, എഞ്ചിൻ ലൈറ്റ് കൊടുത്തിട്ട് പുറത്ത് ലൈറ്റ് ഒന്ന് ചെയ്ത വണ്ടി. അതൊക്കെ പെയിൻറ്റിങ് ഉള്ളതാണ്. അതൊക്കെ ബോഡി പണിയുള്ള വണ്ടിയാണ്. ബോഡി പണി എടുക്കാനുള്ള വണ്ടിയാണ്. സർവീസ് ഏകദേശമൊക്കെ നിർത്തി.